ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാനിപൂരിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പാനിപൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാനി ഉണ്ടാക്കണം, പൂരി ഉണ്ടാക്കണം, പിന്നെ പൊട്ടറ്റോ ഫില്ലിങ്ങും ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലാസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുന്നുണ്ട്, 2 ടീസ്പൂൺ ചുക്ക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇപ്പം നമ്മുടെ മസാലാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പുളി എടുത്തിട്ടുണ്ട്. പുളി ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഒരു മിക്സറിലേക്ക് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. കുറച്ചൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് നമ്മളിതൊന്ന് ഇതിൻ്റെ തരിയെല്ലാം കളഞ്ഞ് വേണം എടുക്കാൻ. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല 2.5 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിവിടെ അവൈലബിൾ അല്ലാത്തത് കാരണമാണ് ഞാൻ ഇടാത്തത്. മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് ഒരു 3 നുള്ള് കായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 നുള്ള് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓയിലെല്ലാം നമ്മളുടെ ഈ റവയിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മൈദ റവയിലെല്ലാം എല്ലാ ഏരിയാസിലും അത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പൂരിയുടെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് അധികം സോഫ്റ്റ് ആവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു ഇലാസ്റ്റിക് ആയിട്ടിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും. നന്നായിട്ട് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചിട്ടുണ്ട്. ഒരു ടെക്സ്ചറിലാണ് നമുക്ക് നമ്മുടെ മാവ് വേണ്ടത്. അധികം ഹാർഡും അല്ല, അധികം സോഫ്റ്റും അല്ല. നമ്മൾ ഇത്രയും നേരം കുഴയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് റോൾ ചെയ്യുമ്പോൾ ക്രാക്സ് വീഴാൻ പാടില്ല. കാരണം നമ്മൾ മൈദപ്പൊടിയോ എണ്ണയോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഇത്
പരത്തിയെടുക്കുക. ഈ ഒരു ടെക്സ്ചർ കിട്ടിയതിന് ശേഷം നമുക്കിതൊരു നനവുള്ള തുണി കൊണ്ട് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് മൂടി വയ്ക്കാം. അടുത്തതായി നമുക്ക് പൊട്ടറ്റോ ഫില്ലിംഗാണ് തയ്യാറാക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 വലിയ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നേരത്തെ മസാല റോസ്റ്റ് ചെയ്തതിൻ്റെ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളക്കടലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ വേവിച്ചിട്ട്. ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൂരിയുടെ മാവ് റെഡി ആയിട്ടുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിനി ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് നമുക്ക് ചെറുതായിട്ട് ഉരുട്ടി പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ മൈദയോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെയാണ് പരത്തിയെടുക്കുന്നത്. നേരത്തെ കുറേ നേരം നമ്മൾ കുഴച്ചെടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളകി വരും, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇത് പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് കട്ടിയായി പോകും. അതുകൊണ്ട് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കുക, നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. നമുക്കിത് നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി പൂരീസ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒട്ടി വെക്കാൻ പാടില്ല, ഇങ്ങനെ മാറ്റി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അതുപോലെ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമ്മളൊരു നനവുള്ള തുണി കൊണ്ട് അതൊന്ന് മൂടി വെക്കണം. ഇനി ബാക്കിയിരിക്കുന്നത് കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു 50-55 പൂരീസ് നമുക്ക് ഈ റെസിപ്പി കൊണ്ട് കിട്ടും. ഇനി പൂരി ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാക്കി എടുക്കാം. അതുപോലെ എണ്ണ എപ്പോഴും മീഡിയം ഹോട്ടായിരിക്കണം. നമുക്കിനിയും ഇതിലേക്ക് പൂരീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൂരീസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ലൈറ്റ് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ പൂരീസിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ പൂരീസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പഫ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പൂരീസ് അസംബിൾ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ ഫില്ലിങ്ങും പാനിയും ഇപ്പോൾ ഉണ്ടാക്കിയ പൂരിയും എല്ലാം എടുത്ത് വയ്ക്കാം. നമുക്കൊരു പൂരി എടുക്കാം. അതിൻ്റെ മേളത്തെ ഭാഗം ഒന്ന് വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ക്രാക്ക് ചെയ്യാം. അതിനുശേഷം പൊട്ടറ്റോൻ്റെ ഫില്ലിങ്
അതിനകത്ത് സ്റ്റഫ് ചെയ്യുക. ഇനിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പാനി ഈ പൂരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മുടെ പാനിപ്പൂരി റെഡിയായി. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം.